ശ്ലോകം 7. ക്വചന ദിവസേ, വേറൊരു ദിവസേന രാവിലെ ഇവർ മേയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ ഹോളിഡേ ഒന്നുമില്ല, ഞായറാഴ്ചയൊന്നുമില്ല. എല്ലാ ദിവസവും പശുക്കുട്ടികളെ മേയ്ക്കാൻ വേണ്ടി അവർ ഇറങ്ങും. ഭൂയ വീണ്ടും ക്വചന ദിവസേ, വേറെ ദിവസം ഭൂയസ്ഥലേ പരിഷാദവേ, നല്ല വെയിൽ, വേനൽക്കാലമാണ്. അത്യന്തം ഭൂയ വലുതായിട്ടുള്ളത്, തീക്ഷ്ണം എന്നർത്ഥം, പരിഷം അതിൽ തരം വളരെയധികം ഉണ്ടെന്നർത്ഥം. വളരെയധികം ചൂടുള്ള സമയത്ത് പരിഷമായ ആതപം ചൂട്, സൂര്യൻ്റെ ചൂട് അതികഠിനമായിരുന്നപ്പോൾ തപനതനയാ പാതും ഗതാ ഭവതാദേഹ. തപനതനയ, തപനൻ സൂര്യൻ്റെ തനയ മകള് കാളിന്തി, സൂര്യപുത്രിയാണ് കാളിന്തി. തപനതനയാ പാതും, കാളിന്തിയിലെ പാതക ജലം. തപനതനയാ പാതും ഗതാഹ, എന്തെന്നില്ലാത്ത വെയിൽ, നല്ല ദാഹം. അപ്പോൾ അവരെല്ലാവരും കൂടി കാളിന്തി നദിയിലേക്ക് വെള്ളം കുടിക്കാൻ പോയി. പാതും ഗതാഹ, പാതും കുടിക്കാൻ എല്ലാവരും പോയി. ഭവതാദേഹ, കൃഷ്ണനും പോയി. അതാണ് ഭവതാദേഹ. ഹേ കൃഷ്ണ, ഹേ ഗുരുവായൂരപ്പ, അങ്ങും അയക്കൂട്ടത്തിൽ പോയല്ലോ. ചലിതഗരുതം പ്രേക്ഷാമാസുർഭകം ഖലു. അവിടെ ഒരു ഭഗം, ഒരു കൊറ്റി, ആ കൊറ്റിയെ പ്രേക്ഷാമാസുഹു കണ്ടു. എങ്ങനെയിരിക്കണു? ചലിതഗരുതം, ആ ചിറക് പോയിരിക്കണം, ക്ഷമിക്കണം, ചിറക് ചലിപ്പിച്ചുകൊണ്ട്. അതിൻ്റെ ചിറകിനെ രണ്ടിനെയും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊറ്റിയെ കാണുകയുണ്ടായി. വിസ്തൃതം, എന്താ ഈ കൊച്ചി ഇങ്ങനെ ചലിപ്പിക്കുന്നത്? പടതിരിപ്പാടിന് പുരാണങ്ങളിൽ ഓർമ്മ വരികയാണ്. വിസ്മൃതം ക്ഷിതിധരഗരുച്ഛേദേ, പണ്ട് ഇന്ദ്രൻ ക്ഷിതിധരങ്ങൾ, ക്ഷിതി ഭൂമി, ക്ഷിതിധരം പർവ്വതം, ഭൂമിയെ ധരിക്കുന്നത് പർവ്വതമാണെന്നാണ് സങ്കല്പം. ഇത്രയുള്ളൂ. ക്ഷിതിധര ഗരുത് ചിറക്. അന്ന് ഈ പർവ്വതങ്ങൾക്ക് ചിറകുണ്ട്. അപ്പം മുനിമാരെല്ലാവരും കൂടി പോയിട്ട് ഇന്ദ്രനോട് പറഞ്ഞു, ഈ പർവ്വതങ്ങൾ ഇങ്ങനെ പറന്നു പോകുന്നതുകൊണ്ട് ഞങ്ങൾ ധ്യാനിച്ചിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇളകി വീഴുന്നു. പിന്നെയോ ഞങ്ങൾ ഇരിക്കുന്നിടത്ത് വന്ന് വീണാലോ, ഞങ്ങൾ അതിലടിപ്പെട്ടില്ലേ. അപ്പോൾ വജ്രായുധം കിട്ടിയ സമയമാണ്, ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ വന്ന് എല്ലാ പർവ്വതങ്ങളുടെയും ഗരുത്ത്, ചിറക് മുറിക്കാൻ തുടങ്ങി. ക്ഷിതിധര ഗരുച്ഛേദേ. ഇതൊക്കെ ഭാഗവതം വായിച്ചാൽ ഇതൊക്കെ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. എല്ലാ പർവ്വതങ്ങളുടെയും ചിറക് മുറിക്കാൻ തുടങ്ങി. ആ സമയത്ത് കൈലാസശൈലമിവ അവരം കൈലാസശൈലം, വേറെ ഒരു പർവ്വതം, ആ പർവ്വതത്തിൻ്റെ ഒരു ശിഖരമാണോ, ഒരു കൊടുമുടിയാണോ എന്ന് തോന്നുമാറ് ഇവനിരിക്കണം. മുനിമാരെ രക്ഷിക്കാൻ വേണ്ടി ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് ചിറകുകളുള്ളതായ പർവ്വതങ്ങളുടെ എല്ലാ ചിറകുകളെയും വെട്ടിമുറിച്ച് അവരെ അവരുടെ സ്ഥാനത്ത് തന്നെ ഇരുത്തുക എന്നാണ് ചിന്ദ്രൻ്റെ. അതിൽ അങ്ങനെ ചെയ്തതായ സമയത്ത് ഒരു പർവ്വതത്തിൻ്റെ ചിറക് വെട്ടാൻ മറന്നുവോ, അതാണിപ്പോൾ ഇവിടെ ബഗമായിട്ടിരിക്കുന്നത്, ബഗാസുരനായിട്ട് ഇരിക്കുന്നത്. ഈ സമയത്ത് ആചാര്യന്മാർ
മറ്റു ഭാഗങ്ങളും കൂടി പറയും. അതായത് മൈനാകപർവ്വതം ഈ സമയത്ത് ഇന്ദ്രൻ വരുന്നതിന് മുമ്പ് അവിടുന്ന് പറന്ന് ഈ തെക്കേ കടലിലേക്ക് വന്നു. ആ മൈനാകപർവ്വതം നമ്മുടെ ഇന്ത്യയുടെയും ആ ലങ്കയുടെയും ഇടയിലുള്ള സമുദ്രത്തിൽ വന്നു. അതാണ് ഹനുമാൻ പോകുന്നതായ സമയത്ത് മൈനാകപർവ്വതം പൊന്തി വന്ന് അതിലിരിക്കാൻ പറയുന്നത്. അതാണ്. അപ്പോൾ മൈനാകപർവ്വതം രക്ഷപ്പെട്ടു, ഇവനും രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെട്ടു എന്നറിയില്ല. അതാണ്. എന്തായാലും ഇന്ദ്രന് വെട്ടാൻ മറന്നുപോയി, വെട്ടാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള പർവ്വതം പോലെ ധനുജട്ട്. അതെ, ചലിത ഗരുതം പ്രേക്ഷാമാസുർഭകം ഖലു. ഇപ്പോൾ അവൻ ചിറകിനെ അടിച്ചുകൊണ്ട് നിൽക്കണു. കണ്ടാൽ എന്തു തോന്നുന്നു? വിസ്മൃതം, മറന്നുപോയത്. ആർക്ക്? ഇന്ദ്രന് മറന്നുപോയത്. എന്ത്? ക്ഷിതിതരകരിച്ഛേദേ, പർവ്വതങ്ങളുടെ ചിറകുകളെ വെട്ടുന്ന സമയത്ത് കൈലാസശൈലമിവാപരം, വേറെ ഒരു കൈലാസ പർവ്വതത്തിൻ്റെ കൊടുമുടിയാണോ എന്ന് തോന്നുമാറാണ് ഇവൻ ഇരുന്നത്.